KTU 2019 സ്കീം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ S7 ഡിസൈൻ ഓഫ് മെഷീൻ എലിമെൻറ്റ്സിൻ്റെ മൊഡ്യൂൾ 3 തിയറിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹൈഡ്രോഡൈനാമിക് ബെയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ ബോൾ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്രോബ്ലം ക്ലാസ്സിൽ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതിലാദ്യം തന്നെ നമ്മൾ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിങ്ങിൻ്റെ തിയറിയിലേക്കാണ് പോകുന്നത്. രണ്ട് മെഷീൻ എലമെൻറ്റുകൾ തമ്മിൽ ഒരു സ്ലൈഡിംഗ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ബെയറിംഗ് എന്ന് പറയുന്നത്. ഈ സ്ലൈഡിങ് സ്ട്രെയിറ്റ് ലൈനാണ് ലോഡ് ക്യാരി ചെയ്യുന്ന റേഡിയൽ ആണെങ്കിൽ അതിന് സ്ലിപ്പർ അല്ലെങ്കിൽ ഗൈഡ് ബെയറിംഗ് എന്ന് പറയും. ഇപ്പോൾ സ്ലൈഡിങ് ആക്ഷൻ ഒരു സർക്കംഫറൻസ് ഓഫ് എ സർക്കിളിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് നമ്മൾ ജേണൽ അല്ലെങ്കിൽ സ്ലീവ് ബെയറിംഗ് എന്ന് പറയും. ഈ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് 360 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ ഫുൾ ജേണൽ ബെയറിങ്ങും 120 ആണെങ്കിൽ പാർഷ്യൽ ജേണൽ ബെയറിംഗ് എന്നും വിളിക്കാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ വേറെ രണ്ട് സബ് ക്ലാസിഫിക്കേഷൻ കൂടി നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഒന്ന് വായിക്കുക. പിന്നെ നമുക്ക് ഈ ഓയിലിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിലാദ്യത്തെയാണ് തിക്ക് ഫിലിം ബെയറിംഗ്. ഇവിടെ രണ്ട് മേറ്റിംഗ് പാർട്ടുകൾ തമ്മിലുള്ള ഗ്യാപ്പിൽ ഒരു തിക്ക് ലെയർ ഓഫ് ലൂബ്രിക്കൻ്റ് ഉണ്ടാവും. അങ്ങനെ ആ രണ്ട് വർക്കിംഗ് സർഫസുകളും കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കും. അടുത്ത തിൻ ഫിലിം ബെയറിംഗ്. ഇവിടെ ഒരു വളരെ ചെറിയ എമൗണ്ട് ഓഫ് ലൂബ്രിക്കൻ്റ് മാത്രമേ പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ സർഫസുകൾ തമ്മിൽ പാർഷ്യൽ കോണ്ടാക്റ്റ് ഉണ്ടാവും. ഫിലിം പ്രസൻ്റ് അല്ലാത്തതിന് സീറോ ഫിലിം ബെയറിംഗ് എന്നും, അതുപോലെ എക്സ്റ്റേണലി നമ്മൾ ഹൈ പ്രഷറിൽ ലൂബ്രിക്കൻ്റ് അപ്ലൈ ചെയ്യുന്നതിന് ഹൈഡ്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ എക്സ്റ്റേണലി പ്രഷറൈസ്ഡ് ലൂബ്രിക്കേറ്റഡ് ബെയറിംഗ് എന്ന് വിളിക്കും. നെക്സ്റ്റ് ഹൈഡ്രോഡൈനാമിക് ലൂബ്രിക്കേറ്റഡ് ബെയറിങ്ങിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് മെഷീൻ എലിമെൻറ്റുകളുടെ ഇൻ ബിറ്റ്വീനായിട്ട് തിക്ക് ലെയർ ഓഫ് ലൂബ്രിക്കൻ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മെഷീൻ എലിമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ് അടുത്ത മെഷീൻ എലിമെൻറ്റിലേക്ക് പാസ് ചെയ്യുന്നതിന് മുമ്പ് ആ ലോഡ് ക്യാരി ചെയ്യുന്നത് നമ്മുടെ ലൂബ്രിക്കൻ്റാണ്. ലൂബ്രിക്കൻ്റ് വിസ്കോസിറ്റി കാരണമാണിത് ഈ ലോഡെല്ലാം അക്സെപ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് മെഷീനെ വർക്ക് ചെയ്യാൻ സഹായിക്കണം. അങ്ങനെ കുറച്ച് എക്സ്പ്ലനേഷൻസ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു വയ്ക്കുക. നെക്സ്റ്റ് കുറച്ച് അസംഷൻസ് ആണ്. ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യണം, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ഇൻകംപ്രസിബിൾ ആയിരിക്കണം ലൂബ്രിക്കൻ്റ്, വിസ്കോസിറ്റി ത്രൂ ഔട്ട് സെയിം ആയിരിക്കണം, അതുപോലെ വൺ ഡയമെൻഷണൽ ഫ്ലോ ആയിരിക്കണം. ഇത്രയും അസംഷൻസാണ് നമ്മൾ ഹൈഡ്രോഡൈനാമിക് ബെയറിങ്ങിൽ ആദ്യം മേക്ക് ചെയ്യുന്ന ഡിസൈനിങ്ങിന്. നെക്സ്റ്റ് വെഡ്ജ് ഫിലിം ജേണൽ ബെയറിംഗ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ ഉള്ള ഗ്യാപ്പിൽ നമ്മൾ ഒരു ലൂബ്രിക്കൻ്റ് ഒഴിക്കുന്നതാണ് നമ്മുടെ ജേണൽ ബെയറിംഗ്. ഇവിടെ നമ്മുടെ ജേണൽ റൊട്ടേറ്റ് ചെയ്യണം റിലേറ്റീവ് ടു ദ ബെയറിംഗ്. പിന്നെ ഒരു സ്റ്റഡി ലോഡാണ് അപ്ലൈ ചെയ്യണത്. ഇതിനാണ് നമ്മൾ വെഡ്ജ് ഫിലിം ജേണൽ ബെയറിംഗ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് സ്ക്വീസ് ഫിലിം ജേണൽ ബെയറിംഗ്. ഇവിടെ ബെയറിംഗ് ഓസിലേറ്റ് ചെയ്യും അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ വെഡ്ജ് ഫിലിം തിക്നെസ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലോഡ് ക്യാരി കപ്പാസിറ്റി തരില്ല. അങ്ങനത്തെ കേസിലാണ് നമ്മൾ സ്ക്വീസ് ഫിലിം ജേണൽ ബെയറിംഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബെയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പറാണ്. അപ്പോൾ ബെയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഡിസൈനിങ് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആവുന്നതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം പവറാണ് നമുക്ക് ഫ്രിക്ഷൻ കാരണം ലോസ് ചെയ്യുന്നതെന്നുള്ളൊരു ഓവറോൾ ഐഡിയ ആണ് ഈ ഇക്വേഷൻ നമുക്ക് തരുന്നത്. അപ്പം അതിൻ്റെ ഇക്വേഷനും അതിലെ ഓരോ ടേമുകളുമാണ് നമ്മളവിടെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അതിൽ Z/P എന്നുള്ള ടേമിനാണ് നമ്മൾ ബെയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ യൂസ് ചെയ്ത വാല്യൂ ആണത്. നെക്സ്റ്റ് ബെയറിംഗ് മോഡുലസ്. Z/P എക്സ് ആക്സിലും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വൈ ആക്സിലുള്ള ഒരു ഗ്രാഫാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ തിൻ ഫിലിം ലൂബ്രിക്കേഷനും തിക്ക് ഫിലിം ലൂബ്രിക്കേഷനും പാർഷ്യൽ ലൂബ്രിക്കേഷനും നമ്മൾ 3 സെക്ഷനായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയിൻ്റ് എ കൺസിഡർ ചെയ്യുക. അവിടെയാണ് മിനിമം എമൗണ്ട് ഓഫ് ഫ്രിക്ഷൻ ഒക്കർ ചെയ്യാണ്. അപ്പോൾ അവിടുത്തെ Z/Pയുടെ വാല്യൂവിനെയാണ് നമ്മൾ ബെയറിംഗ് മോഡുലസ് എന്ന് വിളിക്കുന്നത്. അതിനാണ് K എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബെയറിംഗ് ഈ പ്രോപ്പർ വാല്യൂവിൽ വർക്ക് ചെയ്താലേ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അതിൽ കുറച്ച് കൂടുകയോ കുറവോ ആയിക്കഴിഞ്ഞാൽ
നമ്മുടെ ഓയിൽ ഫിലിം ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് വരും, ഫ്രിക്ഷൻ വരും, അങ്ങനെ വിയറും ടിയറൊക്കെ ഉണ്ടായി ഹീറ്റ് ചെയ്തിട്ട് ഫെയിലാവും. Z/Pയുടെ വാല്യൂ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Z/Pയുടെ വാല്യൂ >K വന്ന തിക്ക് ഫിലിം ലൂബ്രിക്കേഷനും അതുപോലെ <K വന്ന ഓയിൽ ഫിലിം റപ്ചർ എന്നാണ് നമ്മൾ, അല്ലെങ്കിൽ മെറ്റൽ മെറ്റൽ കോണ്ടാക്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബിയറിംഗ് മോഡുലസ് ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണ്. ഗ്രാഫും പഠിച്ചു വയ്ക്കുക, ഈ കണ്ടീഷൻസ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് സോമർഫീൽഡ് നമ്പർ. ഇതിൻ്റെ വാല്യൂ നമ്മൾ പ്രോബ്ലത്തിൽ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നമ്മുടെ RPMനെയും പ്രഷറിനെയും ഡയമീറ്ററിനെയും അതുപോലെ തന്നെ ഡൈനാമിക് വിസ്കോസിറ്റി ഇങ്ങനത്തെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യുന്ന ഒരു നമ്പറിനെ നോൺ ഡയമെൻഷനൽ അല്ലെങ്കിൽ ഡയമെൻഷൻലെസ് നമ്പറിനെ വിളിക്കുന്ന പേരാണ് സോമർഫീൽഡ് നമ്പർ. നെക്സ്റ്റ് നമുക്ക് റോളിംഗ് കോണ്ടാക്ട് ബെയറിങ്ങിലേക്ക് പോവാം. അപ്പോൾ നേരത്തെ നമ്മളൊരു ഓയിലാണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇതിൽ നമ്മൾ റോളേഴ്സാണ് യൂസ് ചെയ്യുന്നത്, ഫ്രിക്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിലെ മെയിൻ ഡിഫറൻസ്. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു 3 മാർക്സിന് വേണ്ടിയിട്ടുള്ളതൊന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലോഡ് റേഡിയലും അതുപോലെ ത്രസ്റ്റ് ബെയറിങ്ങുമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റേഡിയലിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത സിംഗിൾ റോ ഡീപ്പ് ഗ്രൂവിൻ്റെ കാര്യങ്ങളും അതുപോലെ ആംഗുലാർ കോണ്ടാക്റ്റ്, ഡബിൾ റോ, ഫില്ലിംഗ് നോച്ച്, അങ്ങനെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ത്രസ്റ്റ് ബോൾ ബെയറിങ്ങിൻ്റെ അടിയിലാണ് സിംഗിൾ ഡയറക്ഷൻ ഡബിൾ ഡയറക്ഷൻ വരുന്നത്. അത് നമുക്ക് പ്രോബ്ലത്തിൽ ഇല്ല. ഫസ്റ്റ് റേഡിയൽ ബെയറിങ് മാത്രമേ പ്രോബ്ലം ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് സ്റ്റാറ്റിക് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി എന്താണെന്ന് നോക്കാം. ഒരു ബെയറിങ് സ്റ്റാറ്റിക് ലോഡിൽ എത്രത്തോളം ലോഡ് ക്യാരി ചെയ്യും, അതായത് എത്രത്തോളം മാക്സിമം ലോഡ് വേണം അതിൻ്റെ ബോളൊക്കെ ഫുള്ളി ഡിഫോംഡ് ആവാൻ വേണ്ടി, അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഡൈനാമിക് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി. ഇവിടെ ഡൈനാമിക് ലോഡാണ് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. അഗെയിൻ സെയിം തന്നെ, എത്ര ഡൈനാമിക് ലോഡ് വേണം അത് ഫുള്ളി ഫെയിൽ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റാറ്റിക് ലോഡിലും ഡൈനാമിക് ലോഡിലും നമ്മളവിടെ റേറ്റഡ് ആയിട്ടുള്ള ലോഡിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ, സ്റ്റാറ്റിക് ഇക്വാലൻ ലോഡ് അല്ലെങ്കിൽ ഡൈനാമിക് ഇക്വാലൻ ലോഡിൽ നമ്മളൊരു റിയൽ ആക്ച്വൽ കണ്ടീഷനിൽ എത്രത്തോളം ലോഡ് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ബാക്കിയെല്ലാം 2 കേസിലും ഡെഫിനൻസി സെയിം തന്നെയാണ്. നെക്സ്റ്റ് ലൈഫ് ഓഫ് ബെയറിംഗ്. അപ്പോൾ ഒരു ബോൾ ബെയറിംഗ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് എവിഡൻസ് ഓഫ് റപ്ചർ അല്ലെങ്കിൽ ഒരു ഡിഫോമേഷൻ കാണുന്ന പോയിൻ്റ്, അത്രയും നാളത് എത്ര റെവല്യൂഷൻസ് മേക്ക് ചെയ്തു, അതിനെയാണ് നമ്മൾ ലൈഫ് ഓഫ് എ ബെയറിംഗ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ബെയറിംഗ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരെല്ലാവരും കംപ്ലീറ്റ് ചെയ്ത 90% ഓഫ് ദ റെവല്യൂഷൻ, അതിൽ ഫാറ്റീഗിൻ്റെ എവിഡൻസ് കണ്ടു തുടങ്ങുന്നതിന് മുമ്പുള്ളത്, അതിനാണ് നമ്മളതിൻ്റെ ലൈഫ് റേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് തന്നെ നമുക്ക് 90% റിലയബിലിറ്റിയിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ 50% റിലയബിലിറ്റി പറയാൻ പറ്റും. അതിനെയാണ് L10 ലൈഫ് അല്ലെങ്കിൽ നെക്സ്റ്റ് L15 ലൈഫ് എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും തിയറീസൊക്കെ നമ്മൾ നോക്കി വയ്ക്കുക.